അപ്പം ഇന്നലെ നമ്മൾ നോക്കിയത് മറ്റേ റിക്വയർമെന്റ് ഡോക്യുമെന്റിന്റെ BRD അതെ BRDയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫൈൻഡിങ്സ് ആയിരുന്നു. ഇന്നിപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഡീറ്റെയിൽസ് ഓഫ് ഫീച്ചേഴ്സ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഫീച്ചർ നമ്മുടെ എന്ത് ഫങ്ഷണാലിറ്റി ആണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് ശരിക്കും ഒരു BRD പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ടത് നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ടീമിന്റെ സപ്പോർട്ടാണ്. കാരണം ഫങ്ഷണാലിറ്റി വൈസ് നമ്മൾ ക്ലിയർ ആണ് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുള്ള ഓവർവ്യൂല് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. കൂടുതൽ ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഈ ജസ്റ്റ് ഒരു മിനിറ്റ്. സോറി, ഡിസ്റ്റർബ് ചെയ്ത്. അപ്പം ഇതിൻ്റെ അകത്തെ ഫുൾ ഫീച്ചർ, അതിന്റെ ഫുൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്തായിരിക്കും? ഒരു ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ ആ ബട്ടണിന് അതിന്റെ UI എങ്ങനെയായിരിക്കും, അത് പ്ലസ് അതിന്റെ ഈ UI ലുക്ക് അത് ഷെയർ ചെയ്യും. അത് അവർ ഒരു സിമുലേറ്റഡ് മോഡിലായിരിക്കും. സ്ക്രീൻഷോട്ട്സ് ഇത് അവർ ഡെവലപ്മെന്റ് ടീം ഷെയർ ചെയ്യണം. ഓരോന്നിന്റെയും ഓരോ സ്ക്രീനിന്റെയും ഇത് നാവിഗേഷൻ, നമ്മൾ ഈ ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിലേക്ക് നാവിഗേറ്റ് ആവണം. സോറി, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടോ? ഇല്ല. ഇല്ല ഓക്കെ. അപ്പം ഇങ്ങനത്തെ സ്ക്രീൻസ് ഇത് UI ഡിസൈനേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്രീൻസ് ആണ്. പിന്നെ ഇന്റഗ്രേഷൻ, ഒരു മോഡ്യൂൾ അടുത്ത മോഡ്യൂളുമായിട്ട് ഇന്റഗ്രേറ്റഡ് എങ്ങനെയാണ് എന്നുള്ളൊരു ഫ്ലോ ഡയഗ്രാം, അത് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയും. അത് ഞാൻ താഴെയുണ്ട്, നമുക്ക് കവർ ചെയ്യാം. അപ്പം ഒരു മോഡ്യൂൾ വേറെ മോഡ്യൂളുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ്, എന്ത് ഡീറ്റെയിൽസ് ആണ് ഫ്ലോ ആവുന്നത്, എന്ത് സ്ക്രീൻ ആണ് നമുക്ക് വിസിബിൾ ആവുന്നത്, ഇപ്പം ഒരു ഫങ്ഷണാലിറ്റി, ഇപ്പൊ ലോഗിൻ ഫങ്ഷണാലിറ്റിക്കകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു നോർമൽ ഒരു ഗസ്റ്റ് യൂസർ ഉണ്ട്, ഒരു റെഗുലർ യൂസർ ഉണ്ട്, ഒരു അങ്ങനെ. അപ്പം ഒരു ഗസ്റ്റ് യൂസറിന്റെ ഫ്ലോ എന്തായിരിക്കും? അയാൾക്കൊരു അക്കൗണ്ട് പേജ് വേണ്ട. അപ്പം ജസ്റ്റ് ഹിൽ ബി ഡയറക്റ്റഡ് ടു ദി യൂസർ, മേ ബി യൂസർ ഡീറ്റെയിൽസ് സ്ക്രീൻ, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് സ്ക്രീനിലേക്ക് ആയിരിക്കും നാവിഗേറ്റ് ആവുന്നത്. അവിടുന്ന് ഡയറക്ട്ലി മേ ബി ഒരു ചെക്ക്ഔട്ട് ഫ്ലോ വിതൗട്ട് ഹാവിങ് ആൻ ആക്ച്വൽ ലോഗിൻ ക്രെഡൻഷ്യൽസ് അയാൾക്ക് ഗസ്റ്റിലെ ചെക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ ഒരു സ്ക്രീൻ അങ്ങനത്തെ ഒരു സ്ക്രീൻ ആവുമ്പം ലോഗിൻ കഴിഞ്ഞിട്ട് ഡയറക്ട്ലി യൂസർ പ്രൊഫൈൽ ജസ്റ്റ് അവിടെ മേൽ ഒരു ഡമ്മി യൂസർ നെയിം ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത്. ബട്ട് ദെൻ ഹിൽ ഹാവ് ടു അവിടുന്ന് ഡയറക്ട്ലി പിന്നെ ചെക്ക്ഔട്ട് പേജ് അങ്ങനെ പോകും. പക്ഷെ ഒരു നോർമൽ രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു മെന്യൂ സ്ക്രീൻ വരും, ലെഫ്റ്റ് സൈഡിൽ പ്രൊഫൈൽ സ്ക്രീൻ വരും മേളിൽ. ആ യൂസറിന്റെ ലോഗിൻ സ്ക്രീൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം യൂസറിനനുസരിച്ച് ആപ്ലിക്കേഷൻ ഫങ്ഷണാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ സ്ക്രീൻ മാറും. അപ്പം ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം നമ്മൾ. ഇപ്പം ഓരോ ഫ്ലോ ഓഫ് ഡേറ്റ, ഓരോ ഡീറ്റെയിൽസ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുക്കണം. പിന്നെ ഈ സ്ക്രീൻ ഇന്ററാക്ഷൻസ് ആൻഡ് നാവിഗേഷൻസ് ആർ ഡീറ്റെയിൽഡ് ഇൻ ദിസ് സെക്ഷൻ. എന്നിട്ട് ഈ പോർഷൻ, ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് നമ്മൾ ഫങ്ഷണൽ റിക്വയർമെന്റ്സും നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യും. ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നിക്കൽ ആ ഫങ്ഷണാലിറ്റി, കൂടുതൽ ആ ഫങ്ഷണാലിറ്റി എന്താണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഫങ്ഷണൽ റിക്വയർമെന്റ്സിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പെർഫോമൻസ്, സെക്യൂരിറ്റി. ഇപ്പൊ ഒരു ബ്ലൈൻഡ് ആളാണെങ്കിൽ അപ്പം ഈസ് ദി ആപ്പ് ഫെസിലിറ്റേറ്റിംഗ് ഇനഫ് ഫീച്ചേഴ്സ് ടു പ്രൊവൈഡ് വോയിസ് അസിസ്റ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ. ഐ മീൻ ഈ ആപ്ലിക്കേഷൻ ഹൗ കംഫർട്ടബിൾ ഇറ്റ് ഈസ് ഫോർ ദി എൻഡ് യൂസർ ഫോർ യൂസിങ്, യൂസബിലിറ്റി ടെസ്റ്റിംഗ്.
പിന്നെ റിലയബിലിറ്റി ഫങ്ഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് യൂസ് ചെയ്താൽ സേഫ് ആണോ എന്നുള്ളൊരു ഒരു റിലയബിൾ ഫീൽ ആ യൂസർ ക്രെഡൻഷ്യൽസ് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യത്തില്ല എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്കൊരു പോപ്പപ്പ് ആയിട്ട് അങ്ങനെ വരും. യുവർ ഡീറ്റെയിൽസ് വിൽ നോട്ട് ബി ഷെയർഡ്. പിന്നെ നമുക്ക് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എന്തൊക്കെയാണ് ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചിലത് നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും. എൻഡ് യൂസർ ഈ ഒരു ആപ്ലിക്കേഷൻ വരെ ചില ഡീറ്റെയിൽസ് നമ്മുടെ ഷെയർ ആകും എന്നുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മുടെ ചെക്ക് ആക്സെപ്റ്റ് റിജക്ട് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് തരും. അപ്പൊ അതാണ് റിലയബിലിറ്റിക്കകത്ത്. പിന്നെ അങ്ങനെ പല നോൺ ഫങ്ഷണൽ ഡീറ്റെയിൽസ് ആണ് ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പം ഐ ഹോപ്പ് ഇത് ഓക്കെ ആണെന്ന്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ക്ലാരിഫൈ ചെയ്യാൻ? ഓക്കെ. പിന്നെ റിസ്ക് ആൻഡ് ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കും. പിന്നെ പ്ലസ് നമ്മുടെ ക്ലയന്റും എൻഡ് യൂസറും അറിഞ്ഞിരിക്കാൻ വേണ്ടി കൂടുതൽ ഇത് നമ്മൾ ക്ലയന്റിനോടാണ് ഈ ഒരു റിസ്ക് ആൻഡ് ഡിപ്പെൻഡൻസീസ് പറയുന്നത്. ഇത് നമ്മുടെ ശരിക്കും പ്രൊജക്റ്റിനെ ബാധിക്കുന്ന എന്തൊക്കെ റിസ്ക്കും ഡിപ്പെൻഡൻസീസും ആണ്, അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. Potential challenges and dependencies that could impact the project along with the mitigation strategies. Mitigation strategies എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ക്രാഷ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കപ്പ് ഡേറ്റ ബാക്കപ്പ് ചെയ്യാൻ ഒരു സെർവർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഒരു മിറ്റിഗേഷൻ പ്ലാനിലെ സ്ട്രാറ്റജീസിൽ പുട്ടപ്പ് ചെയ്യും. അപ്പം അതിനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ക്ലയന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതാണ് റിസ്ക് ആൻഡ് ഡിപ്പെൻഡൻസീസിൽ കവർ ആവുന്നത്. പിന്നെ നെക്സ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് യൂസ് കേസ് ഡയഗ്രാം. എക്സിക്യൂഷൻ്റെ അകത്ത് എക്സിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് റിയാലിറ്റിയിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്, ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് കവർ ആവുന്നത്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ ഇത്രയും ടൈം വേണം എന്നുള്ളൊരു ഒരു എസ്റ്റിമേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഈ എക്സിക്യൂഷന്റെ സമയത്ത് നമ്മൾ ഒരു ഏകദേശം ഒരു എസ്റ്റിമേഷൻ കൊടുക്കും. നമുക്ക് ഇത്രയും ടൈം എടുക്കും, ഇത്രയും റിസോഴ്സസ് വേണം, ഇത്രയും എമൗണ്ട് ആവും എന്നുള്ളൊരു ഡീറ്റെയിൽസ് നമ്മൾ ഈ സ്റ്റേജിൽ കൊടുക്കും. എക്സിക്യൂഷൻ ആൻഡ് യൂസ് കേസ് ഡയഗ്രാം. യൂസ് കേസ് ഡയഗ്രാം ഇത് നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഡേറ്റ ഫ്ലോ ആവുന്നുള്ള ഒരു റെപ്രസെന്റേഷൻ വ്യൂ ആണ് യൂസ് കേസ് ഡയഗ്രാം. താഴെ ഒരു ഡൗട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് അതായത് ഈ ഡെവലപ്മെന്റ് ടീം ആയിരിക്കില്ലേ നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ തരാം, എന്നിട്ട് ഇത് നമ്മള് ലൈക്ക് ആസ് എ ബിസിനസ് അനാലിസ്റ്റ് നമ്മൾ നമ്മുടെ ക്ലയന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇത്? ഏത് എക്സാക്ട്ലി? ഇത് ഫുൾ BRD നമ്മൾ ഫുൾ ക്ലയന്റ് പ്ലസ് ഡെവലപ്മെന്റ് ടീം ഒരു കൊലാബറേറ്റഡ് വർക്ക് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ടൈം ലൈൻസ്, മൈൽ സ്റ്റോൺസ്. സോ ക്ലയന്റ് സജസ്റ്റ് ചെയ്യും എനിക്ക് ഇന്ന ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പൊ നമുക്കത് അനലൈസ് ചെയ്യാൻ ഒരു എസ്റ്റിമേഷൻ, ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റിനും ഓരോ എസ്റ്റിമേഷൻ ഷീറ്റ് കാണും. എസ്റ്റിമേഷൻ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോജക്ട് മാനേജേഴ്സ് ആണ്. അപ്പം നമ്മുടെ ബിസിനസ് അനലിസ്റ്റ് ഈ പ്രോജക്ട് മാനേജേഴ്സിനോട് കണക്ട് ചെയ്തിട്ട് പറയും എസ്റ്റിമേഷൻ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് തരാൻ. അപ്പൊ നമ്മൾ ഈ BRD ഡോക്യുമെന്റ് കൊടുക്കുമ്പം ഈ എസ്റ്റിമേഷൻ ഷീറ്റും കൂടെ ഏകദേശം ഊഹം വെച്ചിട്ട് അത് അവർക്ക് പ്രസന്റ് ചെയ്യത്തില്ല, പക്ഷെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ കൊടുക്കും. ഇത്ര ടൈം എടുക്കും, അവര് പറഞ്ഞതിൽ ഇപ്പം അവര് ഈ പറഞ്ഞ ഇന്ന ടൈമിനുള്ളിൽ ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മൾ ആ മൈൽ സ്റ്റോണിനുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്തിരിക്കണം.
അപ്പൊ എന്തായാലും അവരുടെ റിക്വയർമെന്റ് ഇതാണ്. അപ്പൊ അല്ലെങ്കിൽ അവർ വേറെ കസ്റ്റമേഴ്സിനെ നോക്കും. നമ്മുടെ കമ്പനി അല്ല, വേറെ കമ്പനീസിനെ, എനിക്ക് ഈ പണി ഇത്ര ബഡ്ജറ്റിൽ ചെയ്ത് തരാൻ പറ്റിയ വേറെ കമ്പനീസിനെ നോക്കും. അത് ശരിക്കും ഒരു എന്താ പറയാ, നമുക്കൊരു ലോസ് ആണ്. അതല്ല, കമ്പനീസിനെ ക്യാൻവാസ് ചെയ്യാൻ ഉള്ള ഒരു നമ്മൾ അതിനുവേണ്ടി നമ്മൾ പറയും വിൽ ബി ഏബിൾ ടു ഡു വിതിൻ ദിസ് ടൈം ലൈൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ അത് ആ പ്രൊജക്ട് അങ്ങനെ എടുക്കും. ഐ മീൻ നമ്മൾ ലോ ബഡ്ജറ്റിലാണേലും പ്ലസ് ആ ഒരു ടൈം ലൈനിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊജക്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അതിനെ സോഴ്സ് ചെയ്യാൻ നോക്കും. അതാണ്. പക്ഷെ ഈ BRD ഡോക്യുമെന്റ് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പം പല ടീം മീറ്റിംഗ്സ് പല പ്രോജക്ട് കമ്പനീസ് വരും. ഇപ്പം കോഗ്നിസന്റ് ആണെങ്കിലും HCL ആണെങ്കിലും അങ്ങനെ പല സോഫ്റ്റ്വെയർ കമ്പനീസ് ഈ ബിഡിംഗ് മീറ്റിംഗിന്റെ അകത്ത് വരും. അവർ ഓരോ കമ്പനീസും അവരുടെ എസ്റ്റിമേഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്നതാണ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ ചെയ്തു തീർക്കും എന്നുള്ളൊരു പ്രൊപ്പോസ്ഡ് ഒരു പ്രസന്റേഷൻ കൊടുക്കും. അത് സ്ലൈഡ് പ്രസന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് PPT ആയിരിക്കും. അപ്പം അതിനകത്ത് അവര് എന്തൊക്കെയാണ് സൊല്യൂഷൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, എന്തൊക്കെ ഓട്ടോമേഷൻ ടൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഒരു പ്രൊജക്ട് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ BRD ഡോക്യുമെന്റ് നമ്മളും ക്ലയന്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ശരിക്കും ബഡ്ജറ്റിംഗ് ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും ഈ ഒഫീഷ്യൽ BRD ഡോക്യുമെന്റിന്റെ അകത്ത് നമുക്ക് ഈ ബഡ്ജറ്റിംഗ് കാര്യങ്ങളും വരില്ല. പക്ഷെ ചില BRD ഡോക്യുമെന്റിന്റെ അകത്ത് അവർ മെൻഷൻ ചെയ്യും. ഞാൻ ഇന്നലെ സാമ്പിൾ ടെംപ്ലേറ്റ് ഷെയർ ചെയ്തതിൻ്റെ അകത്ത് അവർ ബഡ്ജറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പ്രോജക്ട് ടു പ്രോജക്ട്. അവരെന്ത് പ്രോസസ്സാണ് ആ ഒരു കമ്പനിയിൽ ഫോളോ ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് ആ ഒരു സാമ്പിൾ ടെംപ്ലേറ്റ് അവർ ഷെയർ ചെയ്യും. ആ ടെംപ്ലേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക BRD ഡോക്യുമെന്റ്. പിന്നെ ഇപ്പം ടൈം ലൈൻസ് ആൻഡ് മൈൽ സ്റ്റോൺസ്, ഷെഡ്യൂൾ, ഓവർവ്യൂ, ഡെഡ് ലൈൻസ് ആൻഡ് കീ ഡെലിവറി ഡേറ്റ്സ് ടു ഗൈഡ് ദ പ്രോജക്ട് പ്രോസസ്. അപ്പം നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കും, എന്തായാലും പ്രൊജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ടൈം ഇതാണ് ഡെഡ് ലൈൻ. ഇപ്പൊ അവർക്ക് 6 months വേണമെങ്കിൽ ആ 6 monthsന്റെ എൻഡ് ഡേറ്റ് അവർ ഡെഡ് ലൈൻ ആയിട്ട് വെക്കും. ഇത് പിന്നെ മെയിൻ ഇപ്പം 6 monthsനുള്ളിൽ ഒരു 1 monthന് മുന്നിൽ ഒരു ഡെമോ അവർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞ് ഒരു കീ ഡേറ്റ്സ് അവർ ഹൈലൈറ്റ് ചെയ്ത് അവര് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യും ഈ ഷീറ്റിൻ്റെ അകത്ത്, BRD ഡോക്യുമെന്റിന്റെ അകത്ത്. പിന്നെ യൂസ് കേസ് ഡയഗ്രാം യൂഷ്വലി ഒരു കോംപ്ലക്സ് പ്രോജക്ട്സിനകത്താണ്. കോംപ്ലക്സ് പ്രോജക്ട്സ് ഐ മീൻ മെനി ഇന്റർ റിലേറ്റഡ് സിസ്റ്റംസ് ഉണ്ട്, അതിൽ ആണ് കൂടുതൽ യൂസ് കേസ് ഡയഗ്രാംസ് BRDയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും ഹൗ ഡിഫറെന്റ് യൂസേഴ്സ് ആർ ഇന്ററാക്ടിങ് വിത്ത് വേരിയസ് systems or various system functionalities, അതാണ് ഈ യൂസ് കേസ്. അതൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഏകദേശം ഇതൊരു സാമ്പിൾ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊരു ബാങ്കിന്റെ സിസ്റ്റമാണ്, ഓപ്പൺ അക്കൗണ്ട്. അതാണ് ഈ BRDയുടെ പേര്, ഓപ്പൺ അക്കൗണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കസ്റ്റമർ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രാൻസാക്ഷൻസിന്റെ ഫുൾ ഒരു വ്യൂ ആണ് അവർ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറഞ്ഞ് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കസ്റ്റമർ ഓപ്പൺ അക്കൗണ്ട്, വിഡ്രോ മണി, സേവിങ്സ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് മണി, എന്തെല്ലാം ഫങ്ഷണാലിറ്റീസ് ഈ ഒരു BRDക്കകത്ത് കവർ ആവും അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ടാസ്ക് ആയിട്ട്, ഐ മീൻ ഇങ്ങനെ ആയിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ എന്തൊക്കെ നമുക്ക് ശരിക്കും ആ ഫങ്ഷണാലിറ്റീസ് വേണം അതെല്ലാം ഇങ്ങനെ സർക്കിൾസിൽ റെപ്രസെന്റ് ചെയ്തിട്ട് അതും വേറെ സിസ്റ്റത്തിലെ അവരുടെ ബാക്ക് എൻഡ് സിസ്റ്റത്തിന്റെ അകത്ത് ഇന്റഗ്രേറ്റഡ് എങ്ങനെയാണ്, അപ്പം
ഡെപ്പോസിറ്റ് മണി ആയിരിക്കുമ്പം അവരുടെ ബാക്ക് എൻഡ് ഡേറ്റാബേസിൽ ഒരു സെർവർ കാണും. ആ സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ട് ആയിരിക്കും ഇന്ററാക്ഷൻസ്. ഐ മീൻ പണി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് ഒരു OTP അങ്ങനത്തെ റിവേഴ്സ്, ഇറ്റ്സ് ടു ആൻഡ് ഫ്രൂ മൂവ്മെന്റ്. സോ അങ്ങനെ ബൈ ഡയറക്ഷണൽ ആയിട്ട് അത് അവർ കാണിക്കും. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഫ്ലോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ടു ആൻഡ് ഫ്രൂ രണ്ട് ഡയറക്ഷനിലും കാണിച്ചേച്ച് ഇങ്ങനെ കാണിക്കും. ഐ മീൻ ഹൗ ദ സിസ്റ്റം ആൻഡ് ദി or the backend system or the front end UI, how these are interacting with each others. ആ ഒരു ഡീറ്റെയിൽ ആണ് ഈ യൂസ് കേസ് ഡയഗ്രത്തിന്റെ അകത്ത് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് തരാം. ഇതൊരു യൂസ് കേസ് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സൈറ്റ് ആണ്. ഇപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ആ സിസ്റ്റത്തിന്റെ പേര് മേളിൽ എഴുതിയിട്ട് ഇപ്പം നമുക്ക് ഇതിന്റെ അകത്ത് ഒരു ചെറിയ രീതിയിൽ ചെയ്യാം. ഇത്രയും കോംപ്ലക്സ് ഒന്നും വേണ്ട. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഒരു മിനിറ്റ്, സ്ക്രീൻ ലോഡ് ചെയ്യുവാണ്. ഇത് പല ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് ആണ്. ഇത് സിമ്പിൾ ഒരു ഫ്ലോ ഡയഗ്രാം ആണ്. ഇതല്ലാതെ നമുക്ക് പല ടൈപ്സ് ഓഫ് ഇങ്ങനത്തെ മൈൻഡ് മാപ്പ് ഉണ്ട്. ഇങ്ങനത്തെ ഐ മീൻ ഇത് ഏത് ടൈപ്പ് ഓഫ് നമുക്ക് യൂസ് കേസ് ഡയഗ്രാമും ഉണ്ടാക്കാം. അപ്പം ഇത് നമുക്ക് ആഡ് ചെയ്താൽ മതി നമ്മുടെ സ്ക്രീനിലേക്ക്. നോർമലി കണ്ടിട്ടുള്ളത് സിമ്പിൾ ഫ്ലോസിനൊക്കെ ഇങ്ങനത്തെ ഒരു യൂസ് കേസ് ഡയഗ്രാം ആണ് ഫ്ലോ ചാർട്ടിൽ വെച്ചിട്ട്. പിന്നെ സിസ്റ്റം കോംപ്ലക്സിറ്റി അനുസരിച്ച് നമ്മൾക്ക് ഓരോ ടെംപ്ലേറ്റ് ഇതിനകത്തുനിന്ന് യൂസ് ചെയ്യാം. ഞാൻ ഈ സൈറ്റ് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടേക്കാം. ഇത് ചെറിയൊരു യൂസ് കേസ് ഡയഗ്രാം ആണ്. ഒരു മിനിറ്റ്, ഇത് ലോഡിംഗ് ആയിട്ട് കാണിക്കും. ഇത് ലോഡ് ആവട്ടെ, അതുവരെ നമുക്ക് മുന്നോട്ട് നോക്കാം.
അപ്പം ശരിക്കും യൂസ് കേസ് ഡയഗ്രാംസ് നമ്മുടെ സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് ഇപ്പൊ യൂസർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് ചൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എക്സ്ക്ലൂഡ് ചെയ്യാം. ഫോർ എ ബെറ്റർ യൂസർ ഇന്ററാക്ഷനും അണ്ടർസ്റ്റാൻഡിങ്ങും. അപ്പം ഈ ഒരു ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഒരു ഫ്ലോ ഡയഗ്രാം ആണെങ്കിലും നമുക്കത് വർക്ക് ചെയ്യും. ഇതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സിൽ കാണിച്ചതുപോലെ കണ്ടായിരുന്നോ? ഒരു ഫ്ലോ ഡയഗ്രാം കണ്ടായിരുന്നോ? ഇതുപോലത്തെ ഒരു വ്യൂ ആയിരിക്കും. ഇത് ആഡ് ടു വർക്ക് സ്പേസ് ഇപ്പൊ ലോഡിംഗ് ആണ്, ഇപ്പൊ ആവുമെന്നറിയില്ല. ബ്ലാങ്ക് വർക്ക് സ്പേസ് ചെയ്തിട്ട് എടുത്തിട്ട് നോക്കാം. ലോഡ് ആവട്ടെ. അപ്പം ഇതുപോലത്തെ ഒരു യൂസ് കേസ് ഡയഗ്രാം നമുക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഈ ഗ്രൂപ്പ് യൂസേഴ്സിന് ആരൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അവരെ ഇതിൻ്റെ അകത്ത് ആക്ടേഴ്സ് എന്ന് പറയും. ഔട്ട്സൈഡ് ദ സിസ്റ്റം ബൗണ്ടറി ബോക്സ് with connection lines to the use case functionalities inside the system, showing how each actor interacts with the system. How an end user is performing some actions on the system, and how they are getting some details displayed in the screens. ബേസിക്കലി ഇന്ററാക്ഷൻ ആണ് ഈ ഫുൾ യൂസ് കേസ് ഡയഗ്രാമത്തിന്റെ അകത്ത് കാണിക്കുന്നത്. ഞാൻ എങ്ങനെ നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എനിക്ക് കിട്ടും എന്നുള്ളൊരു ഫ്ലോ പാത്ത് ആണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പിന്നെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, യൂസർ സ്റ്റോറി. ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ശരിക്കും ഒരു എന്താ പറയാ, ഒരു ക്ലയന്റിനോട് ഞാൻ ആക്ച്വലി ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്താണെന്ന്. ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് യൂഷ്വലി നമ്മുടെ ക്ലയന്റ് ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ അവർ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എൻ്റെ ഫുൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ എൻഡോളം വന്നു, ഞാൻ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ക്ലയന്റ് പറയും എനിക്ക് 0 മേജർ ഡിഫക്ട്സ് വേണം, അല്ലെങ്കിൽ ഐ ക്യാൻ ഹാവ് മൈനർ ഓർ മീഡിയം ഡിഫക്ട്സ്, ബട്ട് I can't tolerate any major defect coming to my system. If that happens, then you guys have to pay me something back. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ. അപ്പം ആ ഒരു സ്റ്റേജ്, ഇപ്പം ആ ഒരു ടെസ്റ്റിംഗ് ക്ലോസ് ആവണമെങ്കിൽ അവർക്ക് ഈ നമ്മൾ ബിൽഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ടെസ്റ്റ് ചെയ്ത വാലിഡേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് ഈ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. അപ്പോൾ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയിൽ they will define it properly, like what are the checklist, like the critical or the blocker issues must be like this, the count of issues must be 0. Then they'll go next is like the number of like open defects in medium status should be less than 5, something like that. So they'll define the criteria, like what are the criteria that they'll accept the application എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് അവര് നമ്മൾ ഈ ഫേസിൽ ഡിഫൈൻ ചെയ്ത് അവരെ കൊണ്ട് സൈൻ ഓഫ് ചെയ്യിപ്പിക്കും. Acceptance criteria, the conditions required for the project deliverables to be accepted by the users or the stakeholders. അതാണ് acceptance criteria. പിന്നെ നമുക്കൊരു 100% ആക്യുറസിയിലൊന്നും ഒരിക്കലും ഇപ്പൊ നമുക്കിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല, പറ്റില്ല. പക്ഷേ the more accurate the application is, the better the client will be satisfied with the organization. 0 UAT ഡിഫക്ട്സ് ഉള്ള പ്രോജക്ട്സും ഉണ്ട്. അതപ്പം ഹൈലി റെക്കഗ്നൈസ്ഡ് പ്രോജക്ട്സ് ആയിരിക്കും, ഹൈ സ്കിൽഡ് വാലിഡേറ്റേഴ്സ് ആയിരിക്കും, ടെസ്റ്റിംഗ് ടീം ആയിരിക്കും. അപ്പം then they deserve some appreciation from the organization as well. അത് കുറവാണ്, പക്ഷെ മിനിമൽ ഓർ അവർക്ക് അക്കൗണ്ടബിൾ ഡിഫക്ട്സ് അവർക്ക്
ഹാൻഡിൽ ചെയ്യാം. ഐ മീൻ ഒരു സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എൻവയൺമെന്റിൽ കാണുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ അവർക്ക് ഹാൻഡിൽ ഓക്കെ, they'll accept, ഓക്കെ ഫൈൻ. ബട്ട് ഒരു മേജർ ഇഷ്യൂ അവരുടെ സോഫ്റ്റ്വെയറിനെ ബാധിക്കുന്നതായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഇഷ്യൂസ് അവർ ടോളറേറ്റ് ചെയ്യില്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഐ മീൻ മേജർ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി സെൽഫ് ഇസ് നോട്ട് വാട്ട് ദേ എക്സ്പെക്റ്റഡ്. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും അവർ ടോളറേറ്റ് ചെയ്യില്ല. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഡെമോ ആയിട്ട് നമ്മൾ നേരത്തെ കൊടുക്കുന്നത്. അപ്പൊ ഈ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയിൽ നമുക്ക് വേണമെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. വി ക്യാൻ ഗിവ് എ ഡെമോ ടു ദ കസ്റ്റമർ ലൈക്ക് ബിഫോർ 2 weeks ഓഫ് ദ റിലീസ് എന്ന് പറഞ്ഞ് 2 weeks അല്ല, അതൊരു 1 month മുന്നേ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം they'll have ഇപ്പം നമ്മുടെ കൂടുതലും എജൈലിലാണ് ഫോളോ ചെയ്യുന്നത്. എജൈലിൻ്റെ അകത്ത് they'll have a frequent view of the application. അവർക്ക് അവർ കണ്ടിന്യൂസ്ലി ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് പണ്ടത്തെ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോൾ മോഡലായിരുന്നു പ്രോസസ് ഡെവലപ്മെന്റ് മോഡൽ അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്ലയന്റ് പറയും, ഇപ്പം ഈ മാസം ക്ലയന്റ് September 1 അവർ പറയും, ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് 6 months ചെയ്തു തരണം, ആപ്ലിക്കേഷൻ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്, VRD റെഡിയായി, ഓക്കെ ഡെവലപ്മെന്റ് ടീം ഹാസ് സ്റ്റാർട്ടഡ് ദ വർക്ക്. So based on the VRD or the requirement technical documents, whatever documents that like the client has shared, based on that, this development team will go through that, will read, and they'll comprehend based on their understanding. There will not be more frequent interactions between the client and the team. സോ അങ്ങനെ വരുമ്പം അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഗ്യാപ്പ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ് ഗ്യാപ്പ് കാരണം കുറെ ഫങ്ഷനാലിറ്റിയിൽ എക്സ്പെക്റ്റഡും ആക്ച്വലും വേരി ചെയ്യും. അങ്ങനെ വേരി ചെയ്യുമ്പം അവർക്ക് ഐ മീൻ ഇതൊരു ഫിനാൻഷ്യൽ ലോസ് ആണ് കമ്പനിക്ക്. പ്ലസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ടൈം നമ്മുടെയും ലോസായി. നമ്മുടെ ഐ മീൻ നമ്മുടെ പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്ത കമ്പനി അത്രയും നാൾ വർക്ക് ചെയ്ത എഫേർട്ട് അതെല്ലാം നമ്മൾ വർക്ക് ചെയ്തതാണ് സിൻസിയർലി, ബട്ട് ഡ്യൂ ടു സം അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ ഇറ്റ് ഗോട്ട് ഡീവിയേറ്റഡ്. സോ ആ ഫ്രീക്വന്റ് ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ എജൈലിൽ മേക്ക് ഷുവർ ചെയ്യുന്നത്. അപ്പൊ അത് പണ്ടത്തെ ഡെവലപ്മെന്റ് അപ്രോച്ചിൽ ഇല്ലായിരുന്നു, വാട്ടർഫോൾ മോഡൽസിൽ ഇല്ലായിരുന്നു. അപ്പൊ വാട്ടർഫോൾ മോഡൽ ഞാൻ താഴെ കവർ ചെയ്യും, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ ഈ വാട്ടർഫോൾ മെത്തേഡ് ഒന്നും ഇത് ചെയ്യുന്നില്ലായിരിക്കും അല്ലേ? ഇല്ല കുറവാണ്, ഓൾമോസ്റ്റ് 0 ആണ്. ഐ മീൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസിലില്ല, അല്ലാത്ത ഇൻഡസ്ട്രീസിലും ഇല്ല. ഇപ്പൊ എല്ലാം എജൈലിൽ തന്നെയാ പോകുന്നത്. ക്യാൻബാൻ അല്ലെങ്കിൽ സ്ക്രം അതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ കമ്പനീസ് സ്ക്രം, ക്യാൻബാൻ, പിന്നെ അല്ലാത്ത ഐ മീൻ ഓയിൽ അങ്ങനത്തെ വലിയ ഇൻഡസ്ട്രീസ് അങ്ങനെ അവരും ക്യാൻബാൻ ബോർഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രീസ് സോഫ്റ്റ്വെയർ അല്ലാത്ത കൂടുതൽ ഇൻഡസ്ട്രീസ് ക്യാൻബാൻ ബോർഡാണ്. അപ്പം കൂടുതൽ എല്ലാം ഓൾമോസ്റ്റ് 90% ഓഫ് ദ കമ്പനീസ് they move to 90 അല്ല 95% ഓഫ് ദ കമ്പനീസ് മൂവ് ടു എജൈൽ. മാം ഞാൻ ലീവ് ചെയ്യണേ. ഓക്കെ സോറി മാം, പിന്നെ ഇനിയും ലീവിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അഡ്മിനോട് പറഞ്ഞേക്കാം. ഓക്കെ മാം, അപ്പോൾ ശരി എന്നാൽ. ടുമോറോ വിൽ നോട്ട് ബി. ഓക്കെ ബൈ ബൈ ബൈ. ഓക്കെ, പിന്നെ വരുന്നത് യൂസർ സ്റ്റോറി ആണ്. ഈ BRD ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലയന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് യൂസർ സ്റ്റോറി. യൂസർ സ്റ്റോറിക്കകത്ത് അവർ ഇൻഫോർമലി പക്ഷെ ഫുള്ളി എക്സ്പ്ലെയിൻഡ് എന്ത് സോഫ്റ്റ്വെയർ ഫീച്ചർ ആണ് അവർക്ക് വേണ്ടത് ആസ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് എൻ എൻഡ് യൂസർ. അതാണ് യൂസർ സ്റ്റോറി. യൂസർ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റോറിയാണ്. അവർ ഇൻഫോർമൽ വേയിൽ കഥ പറയും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാധനം ഇങ്ങനെ ഇരിക്കണമെന്ന് ഇൻഫോർമൽ വേയിൽ പറയും. അതിൻ്റെ അകത്ത് ടെക്നിക്കൽ ഡീറ്റെയിൽസും ഉണ്ടാകും. പക്ഷെ ഇപ്പൊ കൂടുതൽ അങ്ങനെയാണ്. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ, ഐ മീൻ വേഗമായിട്ട് അവർ യൂസർ സ്റ്റോറി, ഇപ്പൊ അവരുടെ തന്നെ ഒരു ടെക്നിക്കൽ ടീം ഉണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ ആ യൂസർ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് വിൽ ബി മോർ ഇമ്പാക്ട്ഫുൾ ആൻഡ് മീനിങ് യൂസർ സ്റ്റോറി. അപ്പൊ അതാണ് യൂസർ സ്റ്റോറിയുടെ ഒരു കഥ. പിന്നെ ഈ പ്രൊഡക്റ്റ് ബാക്ക്ലോഗും യൂസർ സ്റ്റോറീസിന്റെ അകത്ത് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരിക്കും ജോബിക്ക് അറിയാവോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, യൂസർ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇല്ല പ്രോഡക്റ്റ് ബാക്ക്ലോഗ്, എപ്പിക്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇല്ല. ഇല്ല? ഓക്കെ. അപ്പൊ ഇത് മുന്നോട്ടുണ്ട്. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്താണ്, ഇതൊക്കെ എജൈലിന്റെ ഫുൾ സ്റ്റോറീസ് ഇതെല്ലാം കവർ ചെയ്യും താഴെ. എന്നാലും ഞാനൊരു റഫായിട്ട് പറഞ്ഞേക്കാം. അപ്പം യൂസർ സ്റ്റോറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്, ഒരു പ്രൊഡക്റ്റ് ഓണർ അറിയാവോ? പ്രൊഡക്റ്റ് ഓണർ ആരാന്ന്? ഒരു മാനേജർ, ക്ലയന്റിന്റെ ഒരു ക്ലയന്റിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ താഴെ നമ്മുടെ നമ്മുടെ മാനേജർ ലെവൽ, നമ്മുടെ എന്തൊക്കെ ബിസിനസ് റിക്വയർമെന്റ്സ് ഉണ്ടോ അതിനെ മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഈ പ്രൊഡക്റ്റ് ഓണർ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഓണറിന്റെ കയ്യിൽ ഒരു, ഇപ്പം ഇമാജിൻ ചെയ്യാം, ഒരു സെറ്റ് ഓഫ് 10 ഫയൽസ് ഉണ്ട് ഈ പ്രൊഡക്റ്റ് ഓണറിന്റെ കയ്യിൽ. ഇതൊക്കെയാണ് എനിക്ക് ഫുൾഫിൽ ചെയ്യാനുള്ളത് ഫ്രം യു. ഓക്കെ. അപ്പം ഈ സെറ്റ് ഓഫ് ബാക്ക്ലോഗ്സ് ഇത് ഒരു ചങ്ക് ആയിട്ട്, ഇപ്പം സെറ്റ് ഓഫ് 2 തരാം, സെറ്റ് ഓഫ് 4 തരാം. ഞാൻ വേണമെങ്കിൽ സെറ്റ് ഓഫ് 4 ഡോക്യുമെന്റ്സ് ഒരുമിച്ച് നിങ്ങൾക്ക് തരാം. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ലൈക്ക് വൈസ്, ഓർ ഐ ക്യാൻ ഗിവ് യു ലൈക്ക് സെറ്റ് ഓഫ് 2 ഡോക്യുമെന്റ്സ്. അപ്പം ഓരോ സ്പ്രിന്റിന് അനുസരിച്ചായിരിക്കും. ഇപ്പം ചില കമ്പനീസിൽ ഓരോ സ്പ്രിന്റ് 2 വീക്ക് ആയിരിക്കും, ചിലതിൽ 4 വീക്ക് ആയിരിക്കും. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ ഇത്ര ഡോക്യുമെന്റ്സ് എടുക്കും. അപ്പൊ ഇപ്പൊ 1 മന്ത് ആണെങ്കിൽ മേ ബി 4 to 5 യൂസർ സ്റ്റോറീസ് അവരെടുക്കും. 4 to 5 അല്ല, അത് ഡിപ്പെൻഡിങ് ഓൺ ടീം സൈസ് ഓൾസോ. സോ എവറിഥിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോജക്ട്. നമ്മുടെ പ്രോജക്റ്റിന്റെ സൈസും നമ്മുടെ ടീം സൈസും പിന്നെ നമ്മുടെ സ്പ്രിന്റ് സൈസും എവറിഥിങ് കംസ് ഇൻ ടു പിക്ചർ വെൻ വി കൺസിഡർ this like taking how much user stories we can accommodate in a sprint. So അതൊക്കെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇതാണ്. അപ്പൊ ഒരു സെറ്റ് ഓഫ് 10 ഫയൽസിന്റെ അകത്തുനിന്ന് ഞാൻ അതിൻ്റെ അകത്ത് എപ്പിക് കാണും. എപ്പിക് ഞാൻ പറഞ്ഞുതരാം. എപ്പിക് ഈസ് എ ലാർജർ യൂസർ സ്റ്റോറി. സോ ഇതിൻ്റെ അകത്ത് മേ ബി ഒരു 5 to 6 ഫയൽ യൂസർ സ്റ്റോറീസ് കാണും. അതൊരു ചങ്ക് ആയിട്ട് മേ ബി ഒരു യൂസർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഞാൻ പറയാം, നമ്മുടെ ഒരു യൂസർ ചെക്ക്ഔട്ട് പ്രൊഫൈൽ തന്നെ. ചെക്ക്ഔട്ട് പ്രൊഫൈലിൻ്റെ അകത്ത് കുറെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു, അതൊരു എപ്പിക്കാണ്. അപ്പൊ പേയ്മെന്റ് ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ പലതുണ്ട്. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ആവാം, എനിക്ക് ഡെബിറ്റ് കാർഡ് ആവാം, പിന്നെ എനിക്ക് പേപ്പാൽ ആവാം. പേപ്പാൽ ഇല്ല ബാങ്കില്, സോറി. പിന്നെ ഗൂഗിൾ പേ പോലത്തെ ഗൂഗിൾ പേ പോലെ UPI ID ആവാം. അങ്ങനെ പല ടൈപ്സ് ഓഫ് പേയ്മെന്റ് ഒരു പേയ്മെന്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞ് ഞാൻ പ്രസന്റ് ചെയ്യുന്നതാണ് ഒരു എപ്പിക്. അപ്പൊ എപ്പിക് ഈസ് എ ലാർജ് യൂസർ സ്റ്റോറി. അപ്പം ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, ചങ്ക് ഓഫ് സ്മോൾ യൂസർ സ്റ്റോറീസ്. എന്നിട്ട് അതിനെ ഓരോ യൂസർ സ്റ്റോറിക്കും നമുക്ക് വേണമെങ്കിൽ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഒരു യൂസർ സ്റ്റോറി തന്നെ ചിലപ്പം വലുതായിരിക്കും, അതിൻ്റെ അകത്ത് മാനേജ് ചെയ്യാൻ ഇനഫ് ടാസ്ക് കാണും. അപ്പം അതിനെ സ്മോൾ പീസസ് ഓഫ് ഐ മീൻ ഫങ്ഷണാലിറ്റീസ് ആക്കി ടീമിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ട്രാക്ക് ആൻഡ് അപ്ഡേറ്റ് rather than giving a bulk user story which accommodates a lot of things. The team gets confused and team will actually will lose their focus. എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? At the end of the day, like team will be overall confused. If they will be stuck in one piece of code which is not working, then the overall user story itself will get affected. So instead of that, they go for small tasks.
അങ്ങനെ ചെറിയ ടാസ്ക് ഉണ്ടാക്കി. സോ ഇതാണ് ഒരു ഓവർവ്യൂ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ് യൂസർ സ്റ്റോറി. സോ യൂസർ സ്റ്റോറി ഈസ് ജസ്റ്റ് നത്തിങ് ബട്ട് എ സ്മോൾ പീസ് ഓഫ് functionality that we are going to work upon. ഇതൊരു യൂസർ സ്റ്റോറി ഒരു ചെറിയ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു റിക്വയർമെന്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാണും. ആസ് എ എൻഡ് യൂസേഴ്സ് പെർസ്പെക്റ്റീവിലായിരിക്കും അത് എഴുതുന്നത്. ആസ് എ രജിസ്റ്റർ, ദിസ് ഇസ് വൺ ഓഫ് യു സച്ച് എക്സാമ്പിൾ. ആസ് എ രജിസ്റ്റേർഡ് യൂസർ ഐ വോണ്ട് ടു ബി ഏബിൾ, ആരായിരിക്കും യൂസർ? ആസ് എ രജിസ്റ്റേർഡ് യൂസർ ഓർ ആസ് എ കസ്റ്റമർ ഓർ ബാങ്ക് കസ്റ്റമർ ആയിരിക്കാം, ഓർ ഹൂഎവർ ഇറ്റ് ഈസ്. ഞാൻ ആരാണെന്ന് ആദ്യം മെൻഷൻ ചെയ്യണം. സോ ദ ഫസ്റ്റ് പോർഷൻ ഇസ് ദിസ്. എന്താണ് എനിക്ക് വേണ്ടത്? ഐ വോണ്ട് ടു ബി ഏബിൾ ടു വ്യൂ മൈ ഓർഡർ ഹിസ്റ്ററി സോ ദാറ്റ്, വൈ ഐ നീഡ് ദിസ് ആപ്ലിക്കേഷൻ? ഐ വോണ്ട് ദിസ് ആപ്ലിക്കേഷൻ, യെസ്, ഓക്കെ, ബട്ട് വൈ ഐ വോണ്ട് ദർ ഷുഡ് ബി. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എനിക്കത് കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു ഓർഡർ ഹിസ്റ്ററി കാണണം. എന്തുകൊണ്ട്? ഐ വോണ്ട് ടു ട്രാക്ക് മൈ പെർച്ചേസസ്. ലാസ്റ്റ് മന്തിൽ ഞാൻ ചെയ്ത എല്ലാ പെർച്ചേസസും എനിക്കത് കാണണം. മേ ബി ഐ വോണ്ട് ടു റീ ഓർഡർ സംതിങ്. സോ അതുകൊണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ്, വൈ ഐ വോണ്ട് ദിസ് ചേഞ്ച് എന്നുള്ളൊരു ഡീറ്റെയിലും കൂടെ എൻഡ് യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ എഴുതുന്നതാണ് യൂസർ സ്റ്റോറി. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഒരു യൂസർ സ്റ്റോറി നമുക്ക് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് BRD റിക്വയർമെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ് തന്നെ യൂസർ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. നമ്മൾ ആ ഒരു യൂസർ സ്റ്റോറിനെ പിക്ക് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക, ഒരു ടീമിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു യൂസർ സ്റ്റോറിയും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ദാറ്റ് യൂസർ സ്റ്റോറി ഇറ്റ്സെൽഫ്. ആ ഒരു കാര്യം നമ്മൾ ആസ് എ ബിസിനസ് അനലിസ്റ്റ് വി ഷുഡ് മേക്ക് ഷുവർ ദ ടീം ഹാസ് ഗോട്ട് ഇനഫ് ഡോക്യുമെന്റ് ഓർ enough understanding about the problem statement. എന്താണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കസ്റ്റമറിന്റെ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കണം അതിൻ്റെ അകത്ത്. പിന്നെ വ്യൂ ലോൺ amount in a banking app or view pending credit card amount to be paid. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു യൂസർ സ്റ്റോറിയുടെ ഒരു എക്സാമ്പിൾ എഴുതിയതാ. നമുക്കൊരു ബാങ്കിന്റെ അകത്ത് തന്നെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ലോൺ എമൗണ്ട് ഇൻ ബാങ്കിങ് ആപ്പ്, അപ്പൊ ഇത്രയത്തിന്റെ നമ്മൾ ഒരു യൂസർ സ്റ്റോറി എഴുതാൻ പറ്റുമോ? നമുക്ക് ട്രൈ ചെയ്യാം. അതല്ലോ ഇത്രയും പോർഷന്റെ വ്യൂ ലോൺ എമൗണ്ട് ഇൻ ബാങ്കിങ് ആപ്ലിക്കേഷൻ. നമുക്കൊരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ ബാങ്കിങ് ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണണം. ഷാൽ വി ട്രൈ? ജോബി ട്രൈ ചെയ്യുന്നുണ്ടോ? പറയാമോ? ട്രൈ ചെയ്ത് നോക്കാമോ? കേൾക്കാമോ? ഹലോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം യൂസർ സ്റ്റോറി ഇതിന്റെ ക്രിയേറ്റ് ചെയ്യാൻ. ഹലോ, പറ്റും. I mean, will you be able to draft the user story for this in terms of user perspective? No. ഹലോ, ജോബി കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത്, നമുക്ക് ഈ ഒരു സിമ്പിൾ ഒരു ഈ ടാസ്ക് ഇതാണ്. നമ്മുടെ കയ്യിൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനൊരു ലോൺ എടുത്തു. ആ ലോണിന്റെ എനിക്ക് ഡീറ്റെയിൽസ് എന്റെ ബാങ്കിങ് ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണണം. അപ്പൊ അതിന്റെ ഒരു യൂസർ സ്റ്റോറി എങ്ങനെ ആയിരിക്കും? ആദ്യം നമ്മളെ ഇത് പറയുക, യൂസർ ആരാന്നുള്ളത്. അതെ, ആസ് എ ബാങ്ക് കസ്റ്റമർ, I want to be able to check my loan amount, loan details.
in my banking my gap application. application. Banking application അതിന്റെ നെയിം സേ നമുക്ക് ABC വെക്കാം. ABC ബാങ്കിങ് ആപ്ലിക്കേഷൻ ABC. പിന്നെ നമ്മുടെ this portion. So that why I need this? So that I can track my pending loan dues and loan details and other interest. എന്താണോ നമുക്ക് ഡീറ്റെയിൽസ് വേണ്ടത്, എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദി എൻഡ് യൂസേഴ്സ് പെർസ്പെക്റ്റീവ്, അപ്പം ആ ഡീറ്റെയിൽസ് അത്രയും കൊടുക്കാം. ഇപ്പം ഗുഡ് ട്രയൽ ആയിരുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് അനദർ സിനാരിയോ, ജസ്റ്റ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. പിന്നെ next is, it's a product owner's responsibility to write the user stories to collaborate with team. Development team will assist the product owner while writing it. This is about the user story. So development team നമ്മുടെ ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്റ്റ് ഓണറിനെ ആയിരിക്കും നമ്മൾ ഡെവലപ്മെന്റ് ടീം ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ഓണർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് they'll go to the higher authority or the stakeholders who are really looking into the application. So the development team plus product owner, they together will be responsible for giving the user story. Development team will only support the product owners, but the ultimate responsibility to share the user story will be of that of the product owner. The stories are as a business analyst, you must ensure that the user stories are technically like these development team itself. When these guys collaborate with the product owner and discuss, so they'll only know either technically the pattu project edukam pattu or not. They'll have a detailed understanding. They'll go through some technical architects within their team, so they'll get enough understanding about the project. So angane oru clear requirement it will be given out in the user story. എന്നിട്ട് user stories create ചെയ്ത് കഴിയുമ്പോൾ ready to start എന്ന് പറഞ്ഞ് ready to work എന്ന് പറഞ്ഞ് സ്റ്റേറ്റസിലിടും. എന്നിട്ട് that it will be ready for design എടുക്കും. എന്നിട്ട് ready for designing കഴിഞ്ഞിട്ട് അത് ഡിസൈൻസ്, ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ എല്ലാ ഫേസസിൽ കൂടെ അത് ട്രാവൽ ചെയ്യും ഒരു യൂസർ സ്റ്റോറി. ഇനീഷ്യൽ റിക്വയർമെന്റ് ഗ്യാതറിംഗ് അത് പറ്റില്ല, കാരണം ദാറ്റ്സ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ് ആൻഡ് യൂസർ സ്റ്റോറീസ് ആർ പ്രിപ്പയർഡ്. സോ നെക്സ്റ്റ് പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഫേസിൽ ഇൻ ഡിസൈൻ ഫേസ് എന്ന് പറഞ്ഞപ്പോ ഡിസൈൻ ഫേസ് കഴിഞ്ഞിട്ട് in development room, because the development team owns that user story, they'll put it in development. And then once the user story has completed the development, they'll move to ready for testing. And then once the testers has taken the user story, they'll put in testing or in QA they'll do. So when it is in QA, that means the testing team is doing some validation. And then once testing is completed, they'll move the status to ready for the next stage. So you're ready for it will be either UAT or ready to deploy, or it will be delivering. Delivery, ready for delivery nu varilla. Ready to more കൂടുതലും ready to ഓരോ സ്റ്റേജ് നമ്മുടെ അത് പ്രോജക്ട് ടു പ്രോജക്ട് ഡിപ്പെൻഡ് ചെയ്യും. അത് ഓരോ പ്രോജക്റ്റിനായിരിക്കും. ഞാനിപ്പോ അങ്ങനെ എനിക്ക്
ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം റെഡി ഫോർ UAT ഉണ്ട്, റെഡി ഫോർ അങ്ങനെ പല സ്റ്റേജസ് ഉണ്ട്. ഓരോ പ്രോജക്റ്റ് വൈസ് ആണ് ആയിരിക്കും അത്. റെഡി ടു ഡിപ്ലോയ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല സ്റ്റേജസ് ഉണ്ട്. അത് നമുക്ക് പ്രൊജക്റ്റിൽ തന്നെ അവർ തന്നെ ഡിഫൈൻ ചെയ്യും. അങ്ങനെ അപ്പം നമ്മുടെ യൂസർ സ്റ്റോറീസ് റെഡി ആയി കഴിയുമ്പോൾ റെഡി ടു വർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റസിലേക്ക് അവർ മാർക്ക് ചെയ്യും. പിന്നെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ നമുക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ഇത്ര നമ്മൾ കവർ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ജോബി? ഇല്ല. ഓക്കെ. പിന്നെ ഇത് ഞാൻ BRD സാമ്പിൾ ടെംപ്ലേറ്റ് ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു. അതിനൊരു ടെംപ്ലേറ്റ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കുക. ഗോ ത്രൂ ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനും നമുക്കത് എടുക്കാം. ഇതിൽ തന്നെ പല ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പം കമ്പനീസ് തന്നെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ബിസിനസ് അനലിസ്റ്റിന്. അപ്പൊ അത് തന്നെ എടുത്താൽ മതി. ഞാനൊരു ഡാറ്റ വിഷ്വലൈസേഷന്റെ ഒരു BRD കണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ. ആഹാ, നമ്മളെ റിക്വയർമെന്റ് എന്നാ വേണ്ടെന്നുള്ളത്, നമ്മൾ എന്താണ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ഓക്കെ. ആഹാ. അപ്പം അതില് നമുക്ക് എന്തെങ്കിലും പുതിയ ഇൻസൈറ്റ്സ് ഉണ്ടായിരുന്നോ? പുതിയ അണ്ടർസ്റ്റാൻഡിങ് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ അത് ഡിസ്കസ് നമ്മൾ ചെയ്തതിൽ. അതില്ല, നമ്മൾ നോർമലായിട്ടുള്ളതാ ഞാൻ കണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ.